മെയിനായിട്ട് അശ്വിലേക്ക് വേണ്ടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എന്താ പറയേണ്ടത്, നമുക്കത് ഇട്ടിന് തോന്നരുത്. ഇവിടെ പോകുമ്പോൾ ഇപ്പം പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും മിനിമൽ പ്രൊഡക്ട്സ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡയറീസ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യുവാണ്. എനിക്കൊരു സജഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ അഷീലയാണ് സജസ്റ്റ് ചെയ്തത്. ചേച്ചി ഒരു സ്കൂൾ ഓർ ടീനേജ് മേക്കപ്പ് ലുക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായി ചോദിച്ചിട്ട്, സോറി അഷീല, ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ അവിടെ പെൻഡിങ് ആയിപ്പോയി. കുഴപ്പമില്ല, നമ്മൾ ഇന്ന് എന്തായാലും ചെയ്യുവാണ്. മെയിനായിട്ട് അഷീലയ്ക്ക് വേണ്ടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഒരു സ്കൂൾ ഓർ ടീനേജ് മേക്കപ്പ് ലുക്ക് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. ഒന്നാമത് എൻ്റെ തമ്മിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനൊക്കെ 19s സ്കൂള് എൻ്റെ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ 19s 2Kയിൽ ഉണ്ടായ നമ്മുടെ മേക്കപ്പിൽ സ്കൂൾ ഓർ ടീനേജ് മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഒരുപാട് വ്യത്യാസമുണ്ട്. എൻ്റെ കോളേജ് ലുക്ക് ഞാനിവിടെ തന്നെ കൊടുക്കാം. അപ്പോൾ ഞാൻ 2019 കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. സോ അപ്പോൾ ആ ഒരു ടൈമിലുണ്ടായ ഒരു എന്താ പറയുക ടീനേജ് ലുക്ക് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ടീനേജ് ലുക്കും വ്യത്യാസമുണ്ട്. സോ അപ്പോൾ നമ്മൾ എന്ന് പറയുന്ന ആ ടൈമിൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒന്നും അധികം യൂസ് ചെയ്യാറൊന്നും നിന്നിട്ടില്ല. ഇപ്പോഴാണ് തോന്നുന്നു നമ്മളെ 2Kയിലാണ് നമ്മൾ 19s ആൾക്കാർ വരെ സ്കിൻ കെയർ ചെയ്യുന്നത് അല്ലേ. ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ 2Kയിൽ തന്നെ ഭയങ്കരമായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടാണ്, ഡെയിലി സ്കിൻ കെയർ ചെയ്തിട്ടാണ് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് സ്കൂളിൽ കോളേജിൽ ഒക്കെ പോകുന്നത്. സ്കിൻ കെയർ ചെയ്യണം, നല്ലതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ സ്കൂൾ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ടീനേജ് ഒരു 13 to മുകളിൽ, അതായത് കൗമാരപ്രായം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 13 സ്റ്റാർട്ടായല്ലോ. അപ്പോൾ 13 മുതൽ അങ്ങോട്ടേക്കാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയ ചെറിയ സ്കിൻ കെയർ ഒക്കെ ചെയ്യാം. ക്ലെൻസർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതൊക്കെ അലൗഡ് ആണ്. കാരണം നിങ്ങൾ ടീനേജിൽ നിങ്ങൾക്ക് വരുന്ന ഹോർമോണൽ ചേഞ്ചസ് അതിനൊക്കെ നല്ലതാണ്. അല്ലാതെ എന്താ പറയണ്ടേ, ഈ 13 yearsന് താഴെയുള്ള കുട്ടികൾ ഡെയിലി മേക്കപ്പ് ചെയ്ത് സ്കൂളിൽ പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് എൻ്റെ ഇതാണ് ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെയുള്ള ഒരു സ്കൂൾ മേക്കപ്പ് ലുക്കിനെ ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിനൊരു നമുക്കിന്ന് സിമ്പിളായിട്ട് എങ്ങനെ ഒരു ടീനേജ് മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ 2Kയിൽ കിഡ്സിനെ നമുക്ക് ശരിക്കും മേക്കപ്പ് ലുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ആണ് ഒരു ഇപ്പോൾ ടീനേജ് എങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഒരു മെയിനായിട്ട് പറയാനുള്ള ഒരു ഡിഫറൻസ് ഇപ്പോൾ പറയുന്നത് 19s ഏറ്റവും മേക്കപ്പിന് വേണ്ട അത്യാവശ്യ സാധനം ഉണ്ടായത് കാജലായിരുന്നു. കൺമഷി യൂസ് ചെയ്യാതെ ഇതിൽ വേണമെങ്കിൽ വീഡിയോ കാണുന്നവർക്ക് തിരിയും. 19s ആൾക്കാർക്ക് പറയാം, കമൻറ്റ് ചെയ്യാം, മെയിനുള്ളൊരു സാധനം കൺമഷിയാണ്. പക്ഷെ ഇപ്പോൾ 2Kയിൽ വിധം 90% ആൾക്കാരിലും ഞാൻ കാജൽ അപ്ലൈ ചെയ്ത് കാണാറില്ല. താഴെ അതിന് വരെ ഐലൈനേഴ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ താഴെ ആരും ഇപ്പം യൂസ് ചെയ്യുന്നില്ല, മുകളിൽ മാത്രം യൂസ് ചെയ്യുന്നു. കാജലത്ര നല്ലതല്ല പറയുന്നുണ്ടോ, എന്താ പറയുക, സ്റ്റൈലിന് അതുകൊണ്ട് എനിക്കറിയില്ല അതിനെ പറ്റി അത്ര. ആൾക്കാർ ഇപ്പം ആരും കാജൽ അങ്ങനെ അപ്ലൈ ചെയ്യുന്നില്ല, അതിന് പകരം ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. സോ അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം പറയുന്നില്ല. ഫസ്റ്റ് നമുക്ക് എന്തായാലും ടീനേജ് മേക്കപ്പ് ലുക്കിൽ ഞാൻ സ്കിൻ കെയർ ആണ് ഫസ്റ്റ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ സ്കിൻ കെയർ യൂസ് ചെയ്യാം. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം, സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒന്നും ഞാൻ അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടില്ല. ഓക്കെ, എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ സെയിം ആണ്. ഫസ്റ്റ് ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പം ലിപ് ബാമാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എല്ലാം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇപ്പം ഞാൻ ലിപ് ബാം ചെയ്യുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ബാക്കിയൊക്കെ മോയ്സ്ചറൈസറും സെറൊക്കെ യൂസ് ചെയ്ത് ലാസ്റ്റ് സൺസ്ക്രീൻ ഇട്ടിട്ട് ലിപ് ബാമൊക്കെ ഇടുമ്പോൾ ഞാൻ എന്തായാലും കൈ വാഷ് ചെയ്യണം. അപ്പം എനിക്ക് ഉള്ളിലേക്ക് പോകണം. അതിന് പകരം ഞാൻ നിങ്ങളെങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ചെയ്തോട്ടെ. ലിപ് ബാം എന്തായാലും ഫസ്റ്റ് യൂസ് ചെയ്യണം. ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ സ്കിൻ കെയർ ലിപ് പ്ലംബിംഗ് മാസ്ക് ആണ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ടോണറാണ് യൂസ് ചെയ്യുന്നത്. സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് എൻ്റെ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഇത് മിനിമലിസ്റ്റിൻ്റെ ആണ്. അപ്പോൾ ഞാൻ ടോണർ അങ്ങനെ 1 round യൂസ് ചെയ്യാറുള്ളത്. ഇന്ന് യൂസ് ചെയ്താൽ നാളെ ചിലപ്പോൾ ഇല്ല, മറ്റന്നാളായിരിക്കും ചിലപ്പോൾ ടോണർ അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മളെല്ലാ പ്രൊഡക്ട്സും അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 2 minutes എങ്കിലും അത് സ്കിന്നിലൊന്ന് അബ്സോർബ് ചെയ്യാൻ ടൈം വെക്കണം. എന്നിട്ട് നെക്സ്റ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ടോണർ അപ്ലൈ ചെയ്ത ശേഷം പിന്നെ നമ്മുടെ സെറം ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമഡോക്കിൻ്റെ ഹോണസ് 10% നിയാസിനാമൈഡിൻ്റെ ഫേസ് സെറാണ്. കഴിയാറായോ കുറച്ച്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ
എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻസും സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. സ്കിൻ കെയർസ് ഞാൻ യൂസ് ചെയ്ത് ഇതുവരെ ഒന്നും മാറ്റം വരുത്തിയിട്ടൊന്നുമില്ല. സോ മാറ്റം വരുത്തിയ സംഭവം ഉണ്ടെങ്കിൽ ഞാനത് ഇതിൻ്റെ കൂടെ പറയുന്നതായിരിക്കും. അല്ലാത്ത എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. സോ ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സെറം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് മോയ്സ്ചറൈസർ. അപ്പോൾ ഇവിടെ ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മാമാരത്തിൻ്റെ എനിക്കിത് അന്ന് GPayയിൽ എന്തോ ഒരു ഓഫർ കിട്ടിയ സമയത്ത് 2 എടുക്കുമ്പോൾ ഒന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അങ്ങനെ എന്തോ ആണ്. അതുകൊണ്ട് മോയ്സ്ചറൈസർ എടുക്കും സൺസ്ക്രീൻ ഒന്നിച്ച് ഞാൻ എടുക്കും. മോയ്സ്ചറൈസർ കിട്ടി. സോ മാമാരത്തിൻ്റെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ച് യൂസ് ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ യൂസ് ചെയ്തതാണ്. എനിക്കിത് യൂസ് ചെയ്തിട്ട് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. ഓൾ സ്യൂട്ട്സ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ആണ് കേട്ടോ. നല്ല മോയ്സ്ചറൈസറാണ്. വലിയ കുറച്ച് അത്യാവശ്യം മാമാരത്തിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഞാൻ എപ്പോഴും പറയാനുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഭയങ്കര എന്താ പറയുക, നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. ഭയങ്കര മോയ്സ്ചറായിട്ട് നിൽക്കുന്നുണ്ട്. സോ നല്ല ഫ്രാഗ്രൻസ് ആണ്. അടിപൊളിയാണ് മോയ്സ്ചറൈസർ. അപ്പോൾ ആരെങ്കിലും മാമാരത്തിൻ്റെ മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എങ്ങനെയാണ് അഭിപ്രായം എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സൺസ്ക്രീൻ. പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ മോയ്സ്ചറൈസർ പെട്ടെന്നാണ്, അത് ഭയങ്കരമാണ് കേട്ടോ. കുറേ ടൈം എടുക്കുന്നൊന്നുമില്ല. ഇത് നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് കേട്ടോ ഈ മോയ്സ്ചറൈസറിന് മാമാരത്തിൻ്റെ. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ മാമാരത്തിൻ്റെ 15 SPF PA4+ ആണ് കേട്ടോ. ഇതും ഓൾ സ്കിൻ ടൈപ്സിന് സൂട്ട് ചെയ്യാം. ബാക്കിയുള്ള സൺസ്ക്രീനൊക്കെ നമ്മുടെ കയ്യിലും നെക്കിലും എല്ലാം ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ഒന്നും വേസ്റ്റ് ആക്കാറില്ല ഗൈസ്. താങ്ക് യു. അപ്പോൾ ഒന്ന് ജസ്റ്റ് അതൊന്ന് അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ മേക്കപ്പ്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, കൂൾ ഓർ ടീനേജ് മേക്കപ്പ് ലുക്ക് പറയുമ്പോൾ നമ്മൾ കോളേജിലേക്കാണ് പോകുന്നതെങ്കിൽ ഏറ്റവും ചുരുങ്ങി സിമ്പിളായിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് മേക്കപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ വേണോ. ഡെയിലി ഞാനിപ്പോൾ ഈ ചെയ്യുന്ന മേക്കപ്പ് ഡെയിലി കോളേജിൽ പോകേണ്ട ഡെയിലി മേക്കപ്പിനാണ് കേട്ടോ. പക്ഷെ ഡെയിലി നമ്മൾ ഈ ഒരു യൂണിഫോമിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, പ്രൊഡക്ട്സ് ഒന്നും വേണ്ട. അത് നമുക്ക് ചുരുങ്ങിയിട്ട് നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് NYBയുടെ 3-in-1 സെറം ആണ് കേട്ടോ. ഈ 3-in-1 സെറത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഏജ് റെസ്ട്രിക്ഷൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അവർ പറയുന്നത് NYBയുടെ 3-in-1 സെറം അതിന് ഏജ് റെസ്ട്രിക്ഷൻസ് ഇല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഒരു എല്ലാം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളെന്നല്ല, ഒരു 13 വയസ്സ് ടീനേജേഴ്സിന് മുകളിൽ എന്തായാലും ഷുവറായിട്ട് യൂസ് ചെയ്യാം, ഡെയിലി യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ അഡൾട്ട്സിൻ്റെ സ്കിൻ കെയർ കൺസേൺ ചെയ്തിട്ടാണ് ഈ ഒരു NYBയുടെ 3-in-1 സെറം ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ടൈപ്പ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അതിന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്, അതുപോലെ തന്നെ ഡെവി ഫിനിഷ് കിട്ടും, കവറേജ് കിട്ടും, ഒരു കൊറിയൻ ഇൻസ്പയർഡ് ഗ്ലോ നമ്മുടെ ഫേസിന് കിട്ടും എന്നുള്ളതാണ്. സോ നമുക്കിത് ധൈര്യമായിട്ട് ഡെയിലി യൂസ് ചെയ്യാം. സോ ഞാൻ നിങ്ങൾക്ക് എല്ലാ ടീനേജേഴ്സിനും പ്രത്യേകിച്ച് റെക്കമെൻഡ് ചെയ്യും. സോ നമുക്ക് ഫസ്റ്റ് 3-in-1 സെറം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഭയങ്കര ലാഗ് ആവുന്നുണ്ട് വീഡിയോ, കാരണം ഞാൻ ഇന്നിടയിലേ ആരുടെ വീഡിയോ ചേച്ചിയുടെ പേര് ഓർമ്മയില്ല, അതിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായത്. പക്ഷെ ആരോ പോയി അതിൽ കമൻറ്റ് ചെയ്തു ഭയങ്കര ലാഗിങ് ആണ് വീഡിയോ, ഇത്രയൊക്കെ പൊലിപ്പിച്ച് പറയാനുണ്ടോയെന്ന്. പക്ഷെ എനിക്കത് തോന്നിയില്ല, കാരണം അതൊക്കെ നമ്മളൊരു മേക്കപ്പ് വീഡിയോ ചിലരുടെ ഒരു ഇതുണ്ട്, പെട്ടെന്നത് സ്പീഡിലിട്ട് കാണും. അതെന്താ ചെയ്യുന്നത്, പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് ചില മേക്കപ്പ് കാണുന്നവരുണ്ടാവും കേട്ടോ, എന്താ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ല. ഒന്നാമതായിരിക്കും ടൈമില്ലപ്പാ, പിന്നെ അങ്ങനെ എങ്കിലും ഞാനതിന് നല്ല കമൻറ്റ് കൊടുക്കും. ഇതിൽ വേണ്ടവർക്ക് കണ്ടാൽ പോരെ, കാണേണ്ടവർ കാണാം, വെറുതെ എന്തിനാ ഒരാളെ കുറ്റപ്പെടുത്തുന്നത്, ശരിയല്ലേ? അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ പറയുമായിരിക്കും അല്ലേ, ഒരുപാട് പറയുന്നു ലാഗാണെന്ന്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ കണ്ടോ ഇപ്പോൾ തന്നെ ഒരു ഗ്ലോ കിട്ടിയില്ലേ നിങ്ങൾക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതങ്ങനെ
ഭയങ്കരമായിട്ട് ഓയിൽനെസ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിതിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഗ്ലോ കിട്ടണം എന്നുള്ളതാണല്ലോ നമ്മുടെ ഇത്. അപ്പം നമ്മൾ ഈ ഒരു ചിലർ ഇതിന് വേണ്ടിയിട്ട് മുകളിൽ ഇത് യൂസ് ചെയ്ത ശേഷം കോമ്പാക്ട് പൗഡറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനത് യൂസ് ചെയ്യാറില്ല. എനിക്ക് ഒരു ഗ്ലോ ഫിനിഷ് ഇഷ്ടമാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ചെയ്യുന്നെങ്കിൽ കണ്ടോ, ഇത് നമുക്കൊരു നാച്ചുറൽ അല്ലേ, പക്ഷേ ഒരു ഗ്ലോ ഉണ്ടോ ചോദിച്ചാൽ ഫേസിന് നല്ല ഗ്ലോ ഇല്ലേ, അത്യാവശ്യം ഗ്ലോ ഉണ്ട്. സോ നൈസാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഐഷാഡോ പാലറ്റ് ഉണ്ടെങ്കിൽ ഐഷാഡോ പാലറ്റ് എടുക്കാം, പക്ഷേ ഐഷാഡോ ആയിട്ട് ഇടാനല്ല. ബട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാജൽ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഒരു ചെറിയൊരു നമ്മുടെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം ഞാനിതിന് ബ്രഷ് എടുക്കുക ജസ്റ്റ്. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടോ, ബ്ലാക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ്, നല്ല ബ്ലാക്ക് കിട്ടിയാൽ നല്ലതായിരുന്നു. എനിക്ക് ഈ ഒരു ഐഷാഡോ പാലറ്റിൽ ബ്ലാക്ക് കിട്ടിയില്ല. ബ്ലാക്ക് കിട്ടിയാൽ നല്ലതായിരുന്നു കേട്ടോ. സോ ഞാൻ ആ ബ്ലാക്ക് ഐഷാഡോ പാലറ്റ് എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഞാൻ മിറർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോക്കറ്റ് മിററും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിങ്ക് വേണമെന്ന്. അപ്പോൾ ഞാൻ 1-2 ആൾ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. ഇത് നല്ല ക്യൂട്ട് പോക്കറ്റ് മിററാണ് കേട്ടോ. ജസ്റ്റ് അത്രേ വേണ്ടു, ആ ഒരു ബ്ലാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് അത്ര ബ്ലാക്ക് അല്ല ഗൈസ്, ബ്ലാക്കാണ് ശരിക്കും വേണ്ടത്. ബ്ലാക്ക് ആണെങ്കിലില്ലേ ആ ഒരു എന്താ പറയുക, നമ്മുടെ നന്നായിട്ടൊന്ന് ഐഷാഡോ ഇടുന്ന പോലെ കംപ്ലീറ്റ് അങ്ങ് ഇടരുത്. കണ്ടോ, ഇതൊരു ബ്രൗൺ ആണ് ഷെയ്ഡ്. ബട്ട് നമുക്ക് ഇട്ടെന്ന് തോന്നരുത്, തോന്നി വേണം. എങ്കിൽ നമ്മളത് ഇട്ടിട്ടില്ല എന്നും തോന്നണം. ഇട്ടാൽ എന്താ പറയേണ്ടത്, നമുക്കത് ഇട്ടിന് തോന്നരുത്, എങ്കിലത് വേണം. മുഖത്ത് നമുക്ക് ഒരു സാധനം ഹൈലൈറ്റ് ആയിട്ട് വേണം. എല്ലാം തെറ്റിപ്പോകും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതില്ലേ ബ്ലാക്ക് ആണ് കേട്ടോ സജസ്റ്റ് ചെയ്യുന്നത്. സോ ബ്ലാക്ക് തന്നെ വേണ്ടോ. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഐബ്രോസ് നന്നായിട്ടുള്ളവരാണെങ്കിൽ ഐബ്രോ ഡെയിലി വരച്ചു കൊടുക്കണ്ട കേട്ടോ. എനിക്ക് ഐബ്രോസ് ഭയങ്കര ലൈറ്റാണ്. സോ ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്യുന്നുണ്ട്. കുറച്ച് ഡാർക്കിനായില്ലേ, മതി. നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പോകുന്നത് കാജലാണ്. ചെയ്യേണ്ടവർക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ കാജൽ കൊണ്ട് തന്നെ നേരത്തെ ഐഷാഡോ കൊടുത്തെടുത്ത ലൈറ്റായിട്ട് ഒരു എന്താ പറയുക ഇങ്ങനെ കൊടുത്തിട്ട് അതൊന്നിങ്ങനെ സ്മഡ്ജ് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നിനും കൂടിയിട്ടല്ല, നേരത്തെ ഐഷാഡോ ഇട്ടത് ആ ഒരു ബ്ലാക്ക് എടുത്ത് കാണുന്നില്ല. ഇപ്പോൾ ബ്ലാക്ക് ഇല്ലേ, കണ്ടോ, ഈ രണ്ടും വ്യത്യാസം കണ്ടോ. ഓക്കെ, പേപ്പറും ജസ്റ്റ് ഓക്കെ. ഇനി നമുക്ക് ഐലൈനറാണ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ 2 ഇത് പറയുന്നുണ്ട്. ഒന്ന് നമുക്ക് ഐലൈനർ മാത്രം ഇട്ടിട്ടുള്ള മേക്കപ്പ് ലുക്കിൽ നോക്കാം, കാജലും കൂടി വിത്ത് കാജലും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ മസ്കാര ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്കൊന്നായി ലാഷസ് ഒന്ന് ജസ്റ്റ് ഇതിനോട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഓക്കെ. നമുക്ക് ഇത് ഇത്ര മതി. ബട്ട് നമുക്ക് കാജൽ അപ്ലൈ ചെയ്യാതെയുള്ള ലുക്ക് നോക്കാം. അതിനുശേഷം ലാസ്റ്റ് കാജൽ അപ്ലൈ ചെയ്ത ലുക്കും ഞാൻ പറയാം. രണ്ടും ഇവിടെ കൊടുക്കും. നിങ്ങൾ പറയണം ഏതാണ് എനിക്ക് ഭംഗി. ഓക്കെ, എല്ലാവർക്കും എനിക്ക് എങ്ങനെയാണ് ഏതാണ് നല്ലതെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ ഇപ്പോൾ കാജൽ അപ്ലൈ ചെയ്യുന്നില്ല. ലാസ്റ്റ് നമുക്ക് രണ്ടും കൂടിയിട്ട് കാജലൂടെ അപ്ലൈ ചെയ്തിട്ടുള്ള രണ്ടും കൂടെ നോക്കാം കേട്ടോ. പുട്ടി യൂസ് ചെയ്യുന്നവർ കുറവാണ്, പക്ഷെ ചെറിയ സിമ്പിൾ പുട്ടി യൂസ് ചെയ്യുന്ന തോന്നല്ലേ നിങ്ങൾ. പോരെ, ഓക്കെ മതി. ബ്ലഷ് ആയിട്ട് എടുക്കുന്നില്ല, എൻ്റെ കയ്യിലെ ലിപ്സ്റ്റിക്ക് തന്നെ ബ്ലഷ് ചെയ്യാം. ഞാൻ പറഞ്ഞു പ്രൊഡക്ട്സ് കുറച്ച് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബ്ലഷ് ഉള്ളവരാണെങ്കിൽ ബ്ലഷ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനും ബ്ലഷ് ഇല്ല, ഞാൻ ബ്ലഷ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അങ്ങനെ അധികം ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഇതിനോട് തന്നെ ഞാൻ അധികം ഒപ്പിക്കും. ജസ്റ്റ്
നമുക്ക് ബ്ലഷ് ചെയ്യാം. ബ്ലഷൊക്കെ ശരിക്കും ഡെയിലി മേക്കപ്പിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, എങ്കിലും മേക്കപ്പ് ലുക്കിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ. സത്യം പറയട്ടോ, ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാ മേക്കപ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്, ഒരുവിധം എല്ലാ മേക്കപ്പും ചെയ്തിട്ട് തന്നെയാണ്. ഐഷാഡോ ചോദിക്കുന്നില്ല തോന്നുന്നു, ബാക്കിയൊക്കെ ബ്ലഷൊക്കെ ഇടാണ്ട് ആരും കോളേജിലോ സ്കൂളിലോ പോകുന്നില്ല. എനിക്ക് തോന്നുന്നില്ല പോകുന്നുണ്ടോ എന്ന്. മൂക്കിനോടെ ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ നെക്സ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക് ആണ്. ഞാൻ ഇന്ന് ലിപ്സ്റ്റിക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത് ഡ്രിപ്പ് ലിപ് മിസ്റ്റിൻ്റെ ടിൻറ്റഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ കോളേജ് ലുക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ എന്താ വെച്ചാൽ ഒരു ടിൻറ്റ് മതി എനിക്ക് ജസ്റ്റ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാലേ ഫസ്റ്റ് ഞാൻ ഇത് അപ്ലൈ ചെയ്യേ, ശേഷം ഞാൻ ടിഷ്യൂവിന് ജസ്റ്റ് ഓക്കെ ഓക്കെ അപ്പം ഇത് കണ്ടോ, ഒരു ടിൻറ്റ് അവിടെ കിട്ടി. പിന്നെ നമ്മൾ എന്താ ചെയ്തില്ല, ലിപ്സ്റ്റിക്ക് നമ്മൾ അപ്ലൈ ചെയ്തെന്ന് ചോദിച്ചാൽ അപ്ലൈ ചെയ്ത പോലെ ഇല്ല, പക്ഷെ നമുക്ക് ടിൻറ്റ് കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ലിപ് മിസ്റ്റിൻ്റെ ടിൻറ്റഡ്. ഞാൻ ഇവിടെ പോകുമ്പോൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം അധികം ലിപ്സ്റ്റിക്ക് ഞാൻ ഇതാ ടിൻറ്റഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഡ്രിപ്പ് ലിപ് മിസ്റ്റിൻ്റെ ആണ്, സൂപ്പറാണ്. പിന്നെ എനിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് പറയാനുള്ള കാര്യം, ലിപ്സ്റ്റിക്ക് നിങ്ങൾ ഡെയിലി സ്കൂൾ ഓർ ടീനേജേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്കൂൾ ഓർ കോളേജ് പോകുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡെയിലി നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും അത് കുറച്ചൊക്കെ ഉള്ളിൽ പോകും. ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടൊക്കെ, അല്ലാത്തവർക്ക് കുഴപ്പമില്ല. അപ്പോൾ സ്കൂൾ കുട്ടികൾക്കൊക്കെ ഇനിയും ഒരുപാട് കാലം ഇനി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യണം. അപ്പോൾ ഇത് ചെറുപ്പത്തിലേ ഇല്ല, എന്താ പറയുക, ലിപ്സ്റ്റിക്ക് പേഴ്സണലി പറയണത് നല്ലതല്ല. സോ നമ്മുടെ ഒരു ഫേസിന് ഭംഗിക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, മെയിനായിട്ട് പറയാൻ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇതാണ് സിമ്പിൾ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് എൻ്റെ ഇന്നത്തെ. അപ്പോൾ ഒരുപാട് ലാഗായോ എന്നറിയില്ല, കുറച്ച് സംസാരം കുഴപ്പമില്ല, നിങ്ങൾ നോക്കിയിട്ട് കാണാൻ ഇല്ല, ആവശ്യമുള്ള കാര്യം തന്നെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. എങ്കിലും അപ്പോൾ ഇനി നമുക്കൊന്ന് ഹെയർ സെറ്റ് ചെയ്യണം. ഇയറിങ്സ് ഇടണം. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഹെയർ സെറ്റ് ചെയ്തിട്ട്, അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇയറിങ്സ് കാണിക്കാം. നമ്മൾ കോളേജ് ലുക്ക് ആയതുകൊണ്ട് തന്നെ നല്ല വലിയ ഇയറിങ്സ് ആവശ്യമില്ല നടക്കണ്ട. ഈ ഒരു കുഞ്ഞ് ഇയറിങ്സ് യൂസ് ചെയ്യാം. ഇതല്ല, ഞാൻ വേറെ കുറച്ച് സ്റ്റഡ്സ് കൂടെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഇതിലാക്കിയിട്ടുണ്ട്, കണ്ടോ, ന്യൂ വണ്ണാണ്. കുറച്ച് അത് കുഞ്ഞ് സാധനം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചു. വേണമെങ്കിൽ നമുക്ക് കുഞ്ഞ് സ്റ്റഡ് യൂസ് ചെയ്യാം. ഇന്ന് ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ സ്കൂൾ ഓർ ടീനേജ് മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഡെയിലി മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും മിനിമം പ്രൊഡക്ട്സ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനാവുമെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ അതൊക്കെ ഞങ്ങൾ യൂസ് ചെയ്തിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മേക്കപ്പ് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ വേറെ ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞു എനിക്ക് ഏതാ പറ്റുന്നത്. ഇപ്പം ഞാൻ ഐലൈനർ മുകളിൽ മാത്രം ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്ത് നിൽക്കാറില്ല, ഞാൻ അധികം താഴെയും കാജൽ അപ്ലൈ ചെയ്യും. അപ്പം ഇത് നിങ്ങൾ കണ്ടുവല്ലോ, ഈ ഒരു ലുക്ക് കണ്ടോ. ഇനി ഞാൻ കാജൽ അപ്ലൈ ചെയ്ത ശേഷമുള്ള ലുക്ക് കൂടെ കാണാം. ഓക്കെ, ഇതാണ് ഗൈസ് എൻ്റെ കാജൽ അപ്ലൈ ചെയ്ത ശേഷമുള്ള ലുക്ക്. കാജൽ അപ്ലൈ ചെയ്യേണ്ടവർക്ക് കാജൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം ഇതിലേതാണ് ലുക്ക് നല്ലതെന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും പറയണം. ഞാൻ എപ്പോഴും കാജൽ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ അധികം പോകുന്നത്. അപ്പം ഞാൻ മറ്റേ ഒരു ലുക്ക് എപ്പോഴും ചെയ്യാറില്ല. ഐലൈനർ ഇടുമ്പോൾ ഒന്നുകിൽ ഐലൈനർ ഞാൻ ഇട്ടില്ലെങ്കിലും കാജൽ അപ്ലൈ ചെയ്യാറുണ്ട് എവിടെ പോകുമ്പോഴും. സോ എനിക്ക് എന്തൊക്കെയോ കണ്ണിന് അത് നമ്മുടെ ഫില്ല് ചെയ്ത പോലെ തോന്നാറുണ്ട്. അപ്പം എനിക്കൊരു ഇഷ്ടമാണ്. സോ നിങ്ങൾ ചെയ്യണം ഏതാണ് നല്ലത്, കാജൽ അപ്ലൈ ചെയ്തതാണോ കാജൽ അപ്ലൈ ചെയ്തതാണോ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആയിട്ടൊന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, ടീനേജേഴ്സ് ഒക്കെ ഉള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോ ആയി കാണുന്നവരെ നമുക്ക് ടാറ്റാ.